ാണ് നമ്മൾ ഇന്നും പറയുന്നത്, രാമൻ ജനിച്ച ഭൂമിയിൽ മുസ്ലിങ്ങൾ പള്ളി വെച്ചിട്ടില്ല. നമ്മുടെ നാട്ടിലെ പുതിയ വിവാദം അതാണല്ലോ. അവിടേക്ക് ചെല്ലുമ്പോൾ എനിക്കിപ്പോഴും തോന്നുന്നത്, രാമായണം വായിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു രാമനുണ്ട്, നീതിമാനായ സദ്ഗുണസമ്പന്നനായ. വാൽമീകി മഹർഷി അങ്ങനെയാണ് നാരദനോട് പറഞ്ഞത്. എല്ലാ ഗുണങ്ങളും ഒത്തുണങ്ങിയ പുരുഷോത്തമൻ, മാതൃകാ പുരുഷോത്തമനായ മര്യാദ രാമനായ ഒരു രാമനുണ്ട്. ആ രാമൻ ഒരിക്കലും അയോധ്യയിലെ തകർക്കപ്പെട്ട ദേവാലയങ്ങളുടെ മേളിൽ കെട്ടിപ്പടുക്കുന്ന ആ ഭൂമിയിൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. രാമായണം വായിക്കുന്നവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അത്ര നീതിമാനായിരുന്നു രാമൻ. തൻ്റെ വാക്കുപാലിക്കുന്നതിന് വേണ്ടി ത്യാഗം ചെയ്ത് ആരാധന, തൻ്റെ അധികാരം വിട്ടെറിഞ്ഞിട്ട് ഓടിപ്പോയ മനുഷ്യൻ കാട്ടിലേക്ക് പോയി. ഞാൻ ആ വിശാലമായ ചരിത്രത്തിലേക്ക് കിടക്കല്ല. ഒരു വാക്കുപാലിക്കുന്നതിന് വേണ്ടി ദശരഥൻ്റെ മകനായ രാമൻ കാട്ടിലേക്ക് പോയി. അദ്ദേഹത്തിൻ്റെ സഹോദരനായ ഭരതനായിരുന്നു രാജ്യം ഭരിക്കേണ്ടത്.